നമസ്കാരം. ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡോപ്പമിൻ എന്ന ഒരു പ്രത്യേക കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡോപ്പമിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന സന്തോഷവും അതുപോലെ തന്നെ ഫീലിംഗ് ഗുഡ് എന്നുള്ള ഒരു അവസ്ഥയും നമ്മൾ ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ കൃത്യമായിട്ട് വിവരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡോപ്പമിൻ എന്നുള്ള ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്നാൽ ഡോപ്പമിൻ എന്നുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് മാത്രമാണോ നമ്മുടെ സന്തോഷത്തെയും ഫീലിംഗ് ഗുഡ് എന്നുള്ള ഒരു അവസ്ഥയെയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള ഹോർമോണുകളും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എല്ലാം നമ്മുടെ ഫീലിംഗ് ഗുഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ള ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇവയെ പൊതുവെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിൽ വരുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സഹായിക്കാനാകും, ഇവയെല്ലാമാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഹോർമോണുകളിൽ അതിപ്രധാനമായവ ഡോപ്പമിൻ കൂടാതെ സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നിവയാണ്. ഡോപ്പമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ പോഡ്കാസ്റ്റിലും മുന്നത്തെ വീഡിയോകളിലുമായി പലതരത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡോപ്പമിൻ എന്നാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നും ഇത് ഒരു നെർവിൽ നിന്നും മറ്റൊരു നെർവിലേക്ക് മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫീലിംഗ് ഗുഡ് എന്നുള്ള ഒരു അവസ്ഥ നൽകാൻ സഹായിക്കുന്നു എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ നമുക്ക് നാച്ചുറലായ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും കണ്ടു കഴിഞ്ഞു. മറ്റൊരു രാസപദാർത്ഥമാണ് സെറോട്ടോണിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറോട്ടോണിനാണ് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് സന്തോഷവും സങ്കടവുമെല്ലാം ഏറ്റവും പ്രധാനമായും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ് സെറോട്ടോണിൻ എന്നത്. സെറോട്ടോണിൻ എങ്ങനെയാണ് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പല വീഡിയോകളിലായി കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഉറക്കം, നമ്മുടെ വിശപ്പ്, നമ്മുടെ സന്തോഷം, സങ്കടം ഇവയൊന്നും കൂടാതെ നമ്മുടെ ഡൈജഷൻ, മെമ്മറി ഇവയിലെല്ലാം സ്വാധീനം ചെലുത്താൻ നമ്മുടെ സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥത്തിന് സാധിക്കാറുണ്ട്. ഈ ഒരു രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് കൂടുതലായി ലഭിക്കുന്നത്. ഈ ഒരു സെറോട്ടോണിൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മൂഡ് എപ്പോഴും നല്ല ഒരു രീതിയിൽ നിലനിൽക്കുന്നത്. അതായത് സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനും ദുഃഖമുള്ള കാര്യങ്ങൾക്ക് ദുഃഖത്തോടു കൂടി പ്രതികരിക്കാനും എല്ലാം സാധിക്കുന്നത് സെറോട്ടോണിൻ്റെ അതുപോലെ തന്നെ മറ്റ് രാസപദാർത്ഥങ്ങളുടെയും ഒരു കൃത്യമായ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലച്ചോറിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നത് കാരണം പലപ്പോഴും നമ്മൾ വിഷാദ രോഗത്തിലേക്കും അല്ലെങ്കിൽ താൽക്കാലികമായ മൈൽഡ് ഡിപ്രഷൻ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ലോ മൂഡ് എന്ന അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സെറോട്ടോണിൻ്റെ അളവ് പലപ്പോഴും കൂടുന്ന അവസ്ഥയിൽ മാനിയ പോലെയുള്ള അസുഖങ്ങൾ വരാറുള്ളതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന രാസവസ്തുവാണ് അല്ലെങ്കിൽ രാസപദാർത്ഥമാണ് ഓക്സിറ്റോസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ. ഇതിനെ ലവ് ഹോർമോൺ എന്നും പറയാറുണ്ട്. സാധാരണയായി ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിംഗ് എന്നീ സമയങ്ങളിലാണ് ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പുകൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഒരു ഓക്സിറ്റോസിനാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോടുള്ള വിശ്വാസ്യത, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതി, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യം, മറ്റുള്ളവരുമായി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പുകൾ ഇവയ്ക്കെല്ലാം പ്രധാനമായ കാരണമായി വഹിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്നത്. മറ്റൊരു രാസപദാർത്ഥമാണ് എൻഡോർഫിനുകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ധാരാളമായി ശാരീരികമായ അല്ലെങ്കിൽ കായികമായ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എൻഡോർഫിനുകൾ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. എൻഡോർഫിനുകളെ പെയിൻ റിലീവേഴ്സ് എന്നാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ശാരീരികമായ വേദനകളെ കൺട്രോൾ ചെയ്യുന്നതിനും അവയെ കുറച്ചു കൊണ്ടുവരുന്നതിനും പലപ്പോഴും എൻഡോർഫിനുകൾ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ഒരു ഫീലിംഗ് ഗുഡ് എന്നുള്ള അവസ്ഥ നമുക്ക് ദിവസവും നൽകാൻ വേണ്ടി എൻഡോർഫിനുകൾ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡോർഫിനുകളുടെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മാനസികാരോഗ്യത്തിനു പോലും വളരെ പ്രധാനമാണ്. ഇനി ഈ തരത്തിലുള്ള 4 രാസപദാർത്ഥങ്ങളും ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടാൻ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ? വീടിനകത്ത് അല്ലെങ്കിൽ ഓഫീസിനുള്ളിൽ പൂർണ്ണമായും സമയം അടച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സൂര്യപ്രകാശത്തിലേക്ക്, അൾട്രാവയലറ്റ് രശ്മികളുടെ എക്സ്പോഷറിലേക്ക് എന്നും ഇറങ്ങി നടക്കാനും പുറത്ത് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ അല്പസമയമെങ്കിലും
എല്ലാ ദിവസവും കഴിയാനും നമുക്ക് സാധിക്കണം. കാരണം അൾട്രാവയലറ്റ് രശ്മികളുടെ പ്രവർത്തന ഫലമായാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ എന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നത്. ഈ ഒരു സെറോട്ടോണിൻ്റെ സാമീപ്യമാണ് നമുക്ക് പോസിറ്റീവായി സന്തോഷത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. സെറോട്ടോണിൻ്റെ കുറവ് പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലേക്കും ലോ മൂഡ് എന്ന അവസ്ഥയിലേക്കും തള്ളിവിടാറുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, വിഷാദാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ലൈറ്റ് തെറാപ്പി പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. ലൈറ്റ് തെറാപ്പി അവരുടെ മൂടി അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ലോ മൂഡ് എന്ന അവസ്ഥയിൽ നിന്നും അവരെ സെറോട്ടോണിൻ്റെ നിർമ്മിതിയോടുകൂടി നല്ല ഒരു ഒപ്റ്റിമൽ മൂഡിലേക്ക് എത്താൻ സഹായിക്കുന്നു, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് മേക്ക് ടൈം ഫോർ എക്സർസൈസ് എന്ന് പറയുന്നത്. എത്ര തിരക്കുള്ള ജോലിയിലാണ് നിങ്ങളെങ്കിലും, എത്ര തിരക്കിലൂടെയാണ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായ ലൈഫിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അല്പസമയമെങ്കിലും ദിവസം 1 മണിക്കൂറെങ്കിലും കൃത്യമായ കായികാധ്വാനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിൽ കായികാധ്വാനം വളരെയധികം നമ്മുടെ ഡോപ്പമിൻ, എൻഡോർഫിനുകൾ എന്നിവയുടെ ബൂസ്റ്റിങ്ങിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോപ്പമിൻ്റെ ആവശ്യമായ വിതരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. അതേസമയം എൻഡോർഫിനുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഡോപ്പമിൻ്റെയും എൻഡോർഫിനുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തന ഫലമായി നമുക്ക് ഫീലിംഗ് ഗുഡ്, ഹാപ്പി ആയിരിക്കുക എന്നീ ഗുണഫലങ്ങൾ പലപ്പോഴും ലഭിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തിരിച്ചറിയുകയും ഇവയെ ചിരിച്ചു തള്ളാതെ ദിവസേന ഇത്തരത്തിലുള്ള കായിക അധ്വാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരസുഖം വന്ന് ചികിത്സയ്ക്കായി ഓടി നടക്കുന്നതിന് ഏറ്റവും മുൻപ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇവ. ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയാറുണ്ട്. ചിരിയിലൂടെ നമുക്ക് ധാരാളം എൻഡോർഫിനുകളും നമുക്ക് പോസിറ്റീവായ ചേഞ്ചസ് നൽകുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളും നമ്മുടെ തലച്ചോറിലും നമ്മുടെ ശരീരത്തിലും സൃഷ്ടിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡോർഫിനുകളുടെ പോസിറ്റീവായ റിലീസ് കാരണം നമുക്ക് സ്ട്രെസ്സിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയിൽ നിന്നും മാറി നിൽക്കാനും പലപ്പോഴും സാധിക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുമായും നമുക്ക് അടുപ്പമുള്ള ആളുകളുമായും സമയം ചെലവഴിക്കുന്നതിലൂടെ, അവരോട് വളരെ ഇൻറ്റിമേറ്റായി ഇടപെടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് നമുക്ക് ശാരീരികവും മാനസികവുമായി നല്ലൊരു അനുഭവം സമ്മാനിക്കും. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ലോ മൂഡ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും നമുക്ക് വലിയൊരു മോചനമാണ് ഇത്തരം സന്ദർഭങ്ങൾ നൽകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മൂളുന്നത്, പാട്ട് കേൾക്കുന്നത്, ഡാൻസ് ചെയ്യുന്നത്, നമുക്കിഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ പോസിറ്റീവായ ഹാപ്പി ഹോർമോൺസിൻ്റെ റിലീസിനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റൊന്നാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. നമ്മൾ ശാന്തമായ ഒരിടത്തിരുന്നു കൊണ്ട് ചിന്തകളെ പൂർണ്ണമായും സ്വതന്ത്രമായി വരാനും പോകാനുമെല്ലാം അനുവദിച്ചുകൊണ്ട് ആ ചിന്തകൾക്കൊരു ജഡ്ജ്മെൻറ്റും കൊടുക്കാതെ അവയെ പൂർണ്ണമായും സ്വതന്ത്രമായി വിടുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതാണ് മെഡിറ്റേഷൻ. ഈ അവസ്ഥയിൽ പോസിറ്റീവായ ധാരാളം ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതിപ്രധാനമാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ള അവസ്ഥ. നമ്മൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് 100% ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യം ചെയ്യുക. ഭക്ഷണം കഴിക്കുന്നതിലേക്ക്, നടക്കുന്നതിലേക്ക്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണോ അതിലേക്ക് പരിപൂർണമായി മനസ്സർപ്പിച്ച് ആ കാര്യം പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചാൽ ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള പ്രക്രിയ ധാരാളം പോസിറ്റീവായ എനർജിയും പോസിറ്റീവായ കെമിക്കൽ റിയാക്ഷൻസുമാണ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്നത്. ഇത് പോസിറ്റീവായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും. വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അവയോടൊത്ത് സമയം ചെലവഴിക്കുന്നതും എൻഡോർഫിൻ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്നീ തരത്തിലുള്ള ഹോർമോണുകളുടെ റിലീസിന് നമ്മളെ പലപ്പോഴും സഹായിക്കാറുണ്ട്. ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ പരിഗണിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആളുകളിൽ വിഷാദാവസ്ഥ അതുപോലെ തന്നെ ആകാംക്ഷ എന്നിവയിൽ വളരെ കുറവ് അനുഭവപ്പെടാറുണ്ട്. ഒരു നല്ല ഉറക്കം ലഭിച്ചാൽ പല ന്യൂറോ കെമിക്കലുകളും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ഡോപ്പമിൻ. ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ശാന്തമായി ഉറങ്ങാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഡോപ്പമിൻ പ്രൊഡക്ഷനെ
പരിപൂർണമായ രീതിയിൽ സഹായിക്കുന്നതാണ്. നമ്മുടെ ബോഡി മസാജിലൂടെ നമുക്ക് എൻഡോർഫിനുകളെയും അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണെയും പരമാവധി ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ജോലികൾ കൂടുതലായി ചെയ്യുന്ന ആളുകൾ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അവർക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ബോഡി മസാജുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, മറ്റ് എൻഡോർഫിനുകൾ എന്നീ തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിലും നമ്മുടെ ശരീരത്തിലും ഉൽപ്പാദനത്തിന് പ്രാപ്തമാക്കുന്നതിലൂടെ നമുക്ക് പോസിറ്റീവായ ഒരു ജീവിത രീതി പിന്തുടരാനും നമുക്ക് വന്നേക്കാവുന്ന ലോ മൂഡ്, വിഷാദാവസ്ഥകൾ, ആങ്സൈറ്റി പ്രശ്നങ്ങൾ, കൂടുതൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇവയ്ക്കെല്ലാം നമുക്ക് പരിഹാരങ്ങൾ കാണാൻ സാധിക്കും. ഈ ജീവിത സാഹചര്യങ്ങൾ, ഈ ജീവിത ശൈലികൾ എന്തിനു നമ്മൾ പിന്തുടരണം? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരു അസുഖം വരുന്നതിനു മുൻപേ നമുക്ക് അവയിൽ നിന്നും അകലം പാലിക്കാൻ പഠിച്ചു തുടങ്ങാം. ഇതൊരു ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ജീവിത ശൈലികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ പോലും ചികിത്സകൾ കൂടാതെ നമുക്ക് സ്വാഭാവികമായ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. അതിൽ കൂടുതലായി പ്രശ്നങ്ങൾ മാനസികമായി അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ കൃത്യമായ സഹായവും അവർക്കൊപ്പമുണ്ടെങ്കിൽ അവർക്ക് പരിപൂർണമായും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വന്ന് നല്ല പോസിറ്റീവായ, റിലാക്സ്ഡായ, ആസ്വാദ്യകരമായ ഒരു ജീവിതത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. മറ്റൊരു പുതിയ ടോപ്പിക്കുമായി ഉടനെ തന്നെ കാണാം. നന്ദി, നമസ്കാരം.